ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ തൃക്കൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നടന്ന അനധികൃത മണ്ണെടുപ്പ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് നിലനിർത്തണമെന്ന് സ്പെഷ്യൽ ഗ്രാമസഭ. അനധികൃത മണ്ണെടുപ്പ് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി. 2025 നവംബർ 10 മുതൽ തൃക്കൂർ പഞ്ചായത്തിലെ വാർഡ് 11 കയ്യാലപ്പടി മുതൽ നർക്കല വരെയുള്ള മേഖലയിൽ നിന്ന് ദിവസവും 150-ലേറെ ലോഡ് മണ്ണാണ് കയറ്റിക്കൊണ്ടുപോയിരുന്നത്. 10 ഏക്കറോളം സ്ഥലം കുന്നിടിച്ച് മാസങ്ങളോളം മണ്ണെടുപ്പ് തുടർന്നിട്ടും ഇവിടെ പരിശോധനകളൊന്നും നടന്നിരുന്നില്ല. ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്ന മണ്ണ് ദേശീയപാത വികസനത്തിന് അല്ലെന്നും ജിയോളജി വകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ അനുവാദമില്ലാതെയാണ് അനധികൃത മണ്ണെടുപ്പ് തുടരുന്നതെന്നും ചൂണ്ടിക്കാട്ടി മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമരങ്ങൾ നടത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്, ജില്ലാ കളക്ടർ എന്നിവിടങ്ങളിലൊക്കെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. വിവരാവകാശ നിയമപ്രകാരം മണ്ണെടുപ്പിനുള്ള അനുമതിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മണ്ണെടുപ്പ് നിർത്തിവെക്കുന്നതിനുള്ള സ്റ്റേ വാങ്ങുകയുമായിരുന്നു. തുടർന്നാണ് 11-ാം വാർഡ് സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്ന് 140ഓളം അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ചത്. ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിനാണ് സ്പെഷ്യൽ ഗ്രാമസഭ സാക്ഷ്യം വഹിച്ചതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ അനീഷ് മാസ്റ്റർ പറയുന്നു. ഈ തൃക്കൂർ പഞ്ചായത്തിൻ്റെ 11-ാം വാർഡാണിത്. ഒരു പക്ഷേ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് തൃക്കൂർ പഞ്ചായത്തിൽ സ്പെഷ്യൽ ഗ്രാമസഭയിലൂടെ നടന്നിട്ടുള്ളത്. സ്പെഷ്യൽ ഗ്രാമസഭ ഈ ഒരു അജണ്ടയിൽ മാത്രം വിളിച്ചതാണ് മണ്ണെടുപ്പ്, അനധികൃതമായ മണ്ണെടുപ്പ്. ഒരു പക്ഷേ ഈ അനധികൃത മണ്ണെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും പോലീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഉണ്ടല്ലോ, തഹസിൽദാർ ഉണ്ടല്ലോ, അവരുടെയൊക്കെ അനുമതിയോട് കൂടിയിട്ടാണല്ലോ, ഹൈവേക്ക് വേണ്ടിയിട്ടാണല്ലോ, അങ്ങനെയുള്ള ന്യായം ഇവിടുത്തെ ആളുകളിൽ വലിയ തോതിൽ വേരൂന്നിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം അതായത് ഒരു തരത്തിൽ ഹൈവേക്ക് വേണ്ടിയിട്ടെന്ന് പറയാം, അതേസമയം ഹൈവേക്ക് വേണ്ടിയിട്ട് മണ്ണ് ഉപയോഗിക്കുന്നുണ്ടാവാം, പക്ഷെ അതേസമയം മറ്റു പലയിടങ്ങളിലേക്കും മണ്ണടിക്കുക. നോക്കൂ, ഹൈവേയുടെ പേരിൽ ഒരു കൊള്ള നടക്കുക. നോക്കൂ, ഈ ഗ്രാമസഭ, നമ്മുടെ ഇവിടുത്തെ 11-ാം വാർഡ് ഗ്രാമസഭ ഒരു ചരിത്രമാവാൻ പോവാണ്. തൃക്കൂർ പഞ്ചായത്തിൻ്റെ മുട്ടിത്തടി 11-ാം വാർഡ് ഗ്രാമസഭ നാളത്തെ കേരളത്തിൻ്റെ പാരിസ്ഥിതിക സംരക്ഷണത്തിൽ 2-3 പേരെ ശല്യക്കാരാക്കി ചൂണ്ടിക്കാണിച്ച് ഹൈവേ വികസനം തടയുന്നു, നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടയുന്ന വിരുദ്ധരാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് നോക്കൂ, ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു രാഷ്ട്രീയ ഒരു ക്രിമിനൽ മാഫിയ പരിസരത്തിന് ആണ് ഈ ഗ്രാമസഭ, അതിന് നേരെയാണ് ഈ ഗ്രാമസഭ വിരൽ ചൂണ്ടുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വാർഡിലെ ഭൂരിഭാഗം അംഗങ്ങളും പങ്കെടുത്ത സ്പെഷ്യൽ ഗ്രാമസഭ നാടിന്റെ ഒത്തൊരുമയുടെ പ്രതീക്ഷയാണെന്നും മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ സ്പെഷ്യൽ ഗ്രാമസഭ വലിയ പിൻബലം നൽകുന്നുവെന്നും ചെയർമാൻ സജീവ് പറഞ്ഞു. ഞങ്ങളിവിടെ ഈ അനധികൃതമായിട്ട് നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നുണ്ടായി. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, വാർഡ് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ പല ആളുകളും, പ്രമുഖരായിട്ടുള്ള പലരും പങ്കെടുത്തു. ഞങ്ങളിനി ഇതൊരു ഒരു അടുത്ത ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനൊരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സംഭവത്തിന് ഞങ്ങൾ കാണിക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഇവിടെ നടത്താൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് ഇനി സ്വീകരിക്കാനുള്ളത്. അതെവിടെയാണെങ്കിലും, ഇവിടെ മാത്രമല്ല, ഇനി വരുന്ന എവിടെ നടന്നാലും, ഇപ്പോൾ ഇവിടെ എല്ലപ്പട്ടയാണിത്, അതുപോലെ തന്നെ അപ്പുറത്ത് വേറൊരു പട്ടയില്ലാത്ത സ്ഥലത്തും മണ്ണെടുക്കാനുള്ളൊരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കാനായിട്ട് ഈ ഗ്രാമസഭ നന്നാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹൈക്കോടതിയുടെ നടപടികളിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും ഉത്തരവ് നിലനിർത്തണമെന്നും ഇനിയും ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന പ്രവൃത്തികൾ നാട്ടിൽ അനുവദിക്കില്ലെന്നും മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി കൺവീനർ ഉണ്ണിരാജൻ അഭിപ്രായപ്പെട്ടു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ പോവുകയും അവിടെ നിന്ന് ഈ മണ്ണ് എടുപ്പ് നിർത്തുന്നതിന് വേണ്ടി സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തു. അതിനു മുൻപേ നമ്മൾ തൃക്കൂർ പഞ്ചായത്തിൽ 11-ാം വാർഡിൽ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കുകയും ഈ അനധികൃത ഖനനവും അതുപോലത്തുള്ള ഈ പ്രകൃതിക്ക് ദോഷം വരുന്ന യാതൊന്നും ഈ വാർഡിൽ അനുവദിക്കരുത് എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ
വിപുലമായിട്ടുള്ള ഒരു ഗ്രാമസഭ വിളിച്ചു ചേർക്കുകയും ആ ഗ്രാമസഭയിൽ ഏകണ്ഠമായി ഈ ആ പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. ഇത് പഞ്ചായത്ത് അധികാരികൾ ഞങ്ങൾ അതിനുശേഷം പഞ്ചായത്ത് അധികാരികൾ ഞങ്ങൾ കക്ഷി ചേരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എന്തുമാത്രം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ഖനന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ നാട്ടിൽ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നാട്ടുകാർ ഏക്കർ കണക്കിന് പ്രദേശം കുന്നിടിച്ച് മണ്ണെടുത്തതിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയ്ക്ക് ഇപ്പോഴും ഭീഷണിയാണ്. മണ്ണെടുപ്പിനായി നീക്കിയ വലിയ പാറകൾ മണ്ണെടുത്ത സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴയെത്തുന്നതോടെ റോഡിലേക്ക് ഇവ ഒഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെടാനും താഴെയുള്ള വീടുകളിലേക്ക് ഈ പാറകളും ഇളകിക്കിടക്കുന്ന മണ്ണും ഒലിച്ചെത്താനും അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്. എന്ത് വില കൊടുത്തും അനധികൃത മണ്ണെടുപ്പിനെതിരെ ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ തൃക്കൂർ പഞ്ചായത്ത് 11-ാം വാർഡിന്റെ വിവിധയിടങ്ങളിൽ നടത്തിയ അനധികൃത മണ്ണെടുപ്പിന്റെ നേർചിത്രമാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശം. ജനങ്ങൾക്കും ജനവാസ മേഖലയ്ക്കും ദോഷം വരുന്ന രീതിയിൽ നടത്തിയ അനധികൃത മണ്ണെടുപ്പ് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾക്ക് ഈ നാടിനെ വിട്ടുകൊടുക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 11-ാം വാർഡിൽ നടത്തിയ സ്പെഷ്യൽ ഗ്രാമസഭ അധികൃതർക്ക് മുന്നിലുള്ള ഒരു മുന്നറിയിപ്പാണ്. നാടിനും പ്രകൃതിക്കും ദോഷം വരുത്തുന്ന ഒന്നിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ ഗ്രാമസഭയുടെ പിൻബലത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.